ഇപ്പോൾ റിസ്ക് ബെയറിംഗ് കപ്പാസിറ്റി എത്രയാണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ സ്റ്റെപ്സിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ഓളം ക്വസ്റ്റ്യൻസ്. ഒന്ന് അയാളുടെ കപ്പാസിറ്റി, മറ്റൊന്ന് അയാളുടെ വില്ലിങ്നെസ്. ഈ ക്വസ്റ്റ്യൻസിന് അയാൾ എങ്ങനെയാണ് ആൻസർ തരുന്നത്, അതാണല്ലോ അയാൾ റിയൽ ആയിട്ടുള്ള റിസ്ക് എടുക്കാനുള്ള കഴിവ്. ഇപ്പൊ സാറ് പറഞ്ഞില്ലേ റിസ്ക് എടുക്കാനുള്ള ശേഷിയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇത് ഓരോന്നും ചെയ്യുന്നതെന്ന്. ജിയോജിത് സ്റ്റെപ്സിൽ ഒരാളുടെ റിസ്ക് എടുക്കാനുള്ള ശേഷി എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്? ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് റിസ്ക് പ്രൊഫൈലിംഗ് എന്ന് പറയും. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ജിയോജിത് സ്റ്റെപ്സിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആളുടെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി നമ്മൾ അനലൈസ് ചെയ്യും. ഇപ്പോൾ ഒരാൾ വന്ന് അയാളെ നേരിട്ട് കാണുമ്പോൾ അയാൾക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ പറ്റും എന്നുള്ള കാര്യം അറിയാൻ പറ്റില്ല അല്ലേ. ഇപ്പം എത്ര റിസ്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര കാലത്ത് ഇയാൾ ഇൻവെസ്റ്റ് ചെയ്യും, എന്തൊക്കെയാണ് ഒബ്ജക്റ്റ്, ഇതൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ റിസ്ക് ബെയറിംഗ് കപ്പാസിറ്റി എത്രയാണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ സ്റ്റെപ്സിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസ്ക് പ്രൊഫൈൽ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ട്. ഒരു 10ഓളം ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസ് 2 ആംഗിളിലാണ് നമ്മൾ ചോദിക്കുന്നത്. ഒന്ന് അയാളുടെ കപ്പാസിറ്റി, മറ്റൊന്ന് അയാളുടെ വില്ലിങ്നെസ്. ഈ ഫിനാൻഷ്യൽ കപ്പാസിറ്റിയുള്ള ആളുകൾക്ക് വില്ലിങ്നെസ് ഉണ്ടായിക്കൊള്ളുന്നില്ല, മനസ്സിലായില്ലേ. ഇപ്പം നല്ലോണം എനിക്ക് ഒരുപാട് കാശൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ബാങ്ക് എഫ് ടി അല്ലാതെ വേറെ ഒന്നും പറയാം, എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യാന്ന് പറയുന്ന ആളുകളുണ്ടാവും. ചില ആളുകൾക്ക് ഭയങ്കര ആഗ്രഹങ്ങളാണ്, എന്താണ് റിസ്ക് എടുത്ത് ഇത്രയോ വലിയ കാശ് ഉണ്ടാക്കണം, അത് നോക്കണം, പക്ഷെ എന്തിനും കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്യിപ്പിച്ചുകൊണ്ട്, ഇതിനെ രണ്ടിനെയും കൂടി എന്താ പറയുക കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസിന് അയാൾ എങ്ങനെയാണ് ആൻസർ തരുന്നത്, അതാണല്ലോ അയാൾ റിയൽ ആയിട്ടുള്ള റിസ്ക് എടുക്കാനുള്ള കഴിവ്. അപ്പോൾ ഒരു ഉദാഹരണം, റിസ്ക് പ്രൊഫൈൽ സ്റ്റെപ്സിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. നിങ്ങൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഉടനെ തന്നെ ഒരു മാസത്തിനകം തന്നെ 20% അത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡ്രോപ്പ് ആവുന്നു, വാല്യൂ ഡ്രോപ്പ് ചെയ്യുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? റിസ്ക് എടുക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? അയാൾ പെട്ടെന്ന് വലിക്കും. അയ്യോ ഇനി ഈ പരിപാടി അവസാനിപ്പിക്കാന്ന് പറഞ്ഞാൽ നിർത്തി ബാക്കിയുള്ളതും കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. കാരണം അയാൾ റിസ്കിനെ പറ്റി ഭയങ്കര ബോധേടാണ്. അല്ലാത്ത ആൾ റിസ്ക് എടുക്കാൻ കഴിവുള്ള ആൾ പറയും അത് കുഴപ്പമൊന്നുമില്ല, മാർക്കറ്റ് ഇങ്ങനെയൊക്കെ തന്നെയാണ്, ചില ന്യൂസിൻ്റെ മേലെ ചിലപ്പം മാർക്കറ്റ് താഴെയും മേലേക്ക് വരാറുണ്ട്, ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്യും, കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞ് ഞാൻ കുറച്ചും കൂടി കാശ് ഇടും. കാരണം അയാൾ ഈസ് റെഡി ടു ടേക്ക് മോർ റിസ്ക്. ഓക്കെ, ഇനി ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെയായിരിക്കും. നിങ്ങൾക്കിപ്പോൾ 10,000 രൂപ നിങ്ങൾ 1/2 പ്രോബബിലിറ്റി, അതായത് 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 20,000 ആയിട്ട് കിട്ടാൻ ടോസിങ് ഓഫ് കോയിൻ എന്താ 1/2 പ്രോബബിലിറ്റി ആണ്, അങ്ങനെയാണ് ഉണ്ട്. അതെടുക്കോ. അതല്ല 10,000 രൂപക്ക് ഒരു 90% അല്ലെങ്കിൽ ഏതാണ്ട് പിന്നെ ഒരു 10% അല്ലെങ്കിൽ 5% ഞാൻ റിട്ടേൺ തരാം എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് ഉറപ്പിച്ചിട്ട് റിട്ടേൺ തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതിന് പോകുന്നു വെച്ച് കഴിഞ്ഞാൽ റിസ്ക് എടുക്കാൻ 10,000 പോയാലും കുഴപ്പമില്ല, അവൻ എന്ത് ചെയ്യും? ഫസ്റ്റ് ഓപ്ഷനെ പോകും. അവൻ എന്താ ചെയ്യുന്നത്? അവൻ 0.2 പ്രോബിലിറ്റി ആണ്, 10,000 20,000 ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ 10 പൊട്ടം തരിക്കും. മറ്റാൾ അയ്യോ എൻ്റെ 10 പോകരുത്, അതിന് കൂടെ ഒരു 5% റിട്ടേൺ കിട്ടുന്നതാണെങ്കിൽ അത് മതി എന്ന് പറഞ്ഞ് പോകും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള, അതായത് ഞാൻ അതാ പറഞ്ഞത്, ഈ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. അല്ല നിങ്ങൾ റിസ്ക് എടുക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ വെച്ചാൽ ഞാൻ റിസ്ക് എടുക്കാൻ റെഡിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വാട്ട് വിൽ യു ഡു ഇഫ് സിറ്റുവേഷൻ ഈസ് ലൈക്ക് ദിസ്? അങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് മേലെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കും, അതിന് ചെയ്യുന്ന ആൻസർ വെച്ചിട്ടാണ് നമ്മൾ റിസ്ക് പ്രൊഫൈലിംഗ്. ഇയാൾ ചിലപ്പം കൺസർവേറ്റീവ് ആയിരിക്കും, ഇയാൾ അല്ലെങ്കിൽ മോഡറേറ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ അഗ്രസീവ് ആയിരിക്കും. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ഇതിനുള്ള അനുസരിച്ചുള്ള അസറ്റ് അലോക്കേഷൻ അല്ലെങ്കിൽ അതിനുള്ള കറക്റ്റായിട്ടുള്ള അസറ്റ് കൊടുക്കുന്നത്. ഒരു യങ്സ്റ്റർ എപ്പോഴും അഗ്രസീവ് ആയിരിക്കും. ചിലപ്പോൾ അയാൾ കൊടുക്കുന്ന ആൻസറൊക്കെ ഫിനാൻഷ്യലി നല്ല കപ്പാസിറ്റി ഉണ്ട്, നല്ല കാശുണ്ട്, വേറെ കമ്മിറ്റ്മെൻറ്റുകളോ ഒന്നുമില്ല, ലയബിലിറ്റി ഒന്നുമില്ല, അവൻ എന്തായാലും ആ ആൻസറിൽ കാണിക്കും. മനസ്സിലായോ? കാരണം അവൻ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട്. ഓക്കെ, നേരെ മറിച്ച് റിട്ടയർമെന്റിന്റെ പക്കത്ത് നിൽക്കുന്ന ഒരാളുടെ ആൻസർ ഒക്കെ തന്നെ മിക്കവാറും എന്തായിരിക്കും? കുറച്ചും കൂടെ സേഫർ ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ അലോക്കേഷൻ കൊടുക്കുന്ന ഫിക്സ്ഡ് ഇൻകം അലോക്കേഷൻ കൂടുതൽ കൊടുക്കും, ഇക്വിറ്റി അലോക്കേഷൻ അവിടെ കുറയ്ക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഇതിന് ഇടത്തര റിസ്ക് എടുക്കുന്ന ഒരാളുടെ, ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ അത്യാവശ്യം റിസ്ക് എടുക്കാം, പക്ഷെ എന്നാലോ വലിയ റിസ്ക് എടുക്കാൻ അത്ര അങ്ങ് പോകണ്ടെന്ന് പറഞ്ഞ ആൾക്കാരനോ. അപ്പോൾ ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ ഒരു ഫാമിലിക്കായിട്ട് സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന ആളുകളായിരിക്കും. ചിലപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് അയാൾക്ക് കുറച്ച് കമ്മിറ്റ്മെൻറ്റ്, മകളുടെ എഡ്യൂക്കേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അയാളൊരു മോഡറേറ്റ് ലെവലിലാണ്. പക്ഷേ അയാൾക്ക് ചില ലോങ് ടേം ഗോൾസ് ഉണ്ട്. റിട്ടയർമെൻറ്റ് 10 വർഷത്തിനോ 15 വർഷത്തിലായിരിക്കും. അപ്പോൾ അയാൾ കുറച്ച് റിസ്ക് എടുക്കുക, അതിന് റെഡിയാണ്. നേരെ മറിച്ച് ഇമ്മീഡിയറ്റ് റിക്വയർമെൻറ്റിന് അയാൾ റിസ്ക് എടുക്കാൻ തയ്യാറില്ല, അയാൾ മോഡറേറ്റ് ലെവലിൽ വരും. അപ്പോൾ ഈ 3 ശരിക്കും 4 കാറ്റഗറി ഉണ്ട്: കൺസർവേറ്റീവ്, മോഡറേറ്റ്ലി അഗ്രസീവ് ആൻഡ് അഗ്രസീവ്. ഒരു 3ാമത്തെ കാറ്റഗറി അതിൻ്റെ ഇടയിലുണ്ട്. അതിലും ആൾക്കാർ വരാറുണ്ട്, കുറച്ച് കൂടി അതായത് ഹൈപ്പർ അഗ്രസീവ് അല്ലാതെ തൊട്ട് താഴെയായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഈ 4 കാറ്റഗറിയിലെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലായിരിക്കും ഇയാൾ വന്ന് വീഴുന്നത്. അതിനനുസരിച്ചാണ് സ്റ്റെപ്സിൽ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ അസറ്റ് ക്ലാസ് എന്താണെന്നുള്ള കാര്യം ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പൊ ഇസ് ഇറ്റ് അക്കോർഡിംഗ് ടു ദെയർ കൺവീനിയൻസ് ഓർ നിങ്ങളുടെ സ്റ്റെപ്സിലുള്ള നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്ലാനേഴ്സിന്റെ എക്സ്പീരിയൻസ് ത്രൂ ഇതാണ് നല്ലതെന്ന് പറഞ്ഞു കൊടുക്കാണ്? അല്ല, റിസ്ക് പ്രൊഫൈൽ ചെയ്ത് കഴിഞ്ഞാൽ ആ കാറ്റഗറി എന്താന്നുള്ള കാര്യം അയാളെ കൺവിൻസ് ചെയ്യും. സാർ, നിങ്ങളുടെ ഞങ്ങൾ അനലൈസ് ചെയ്ത സമയത്ത് സാറിന്റെ റിസ്ക് പ്രൊഫൈൽ മോഡറേറ്റ് ആണ്. ഓക്കെ, അപ്പൊ സാറിന് ഇത്രയും പെർസെന്റേജ് ഇക്വിറ്റി അലോക്കേഷൻ പോകാം ഐഡിയലി. അത് ഒരു കൺസെൻസസ് എടുക്കുക. ഓക്കെ, അല്ല കുഴപ്പമില്ല, എനിക്ക് വേണമെങ്കിൽ ഒരു ഇക്വിറ്റി എലമെന്റ് കുറച്ചും കൂടി കൂട്ടിക്കുന്ന അയാൾ പറയുകയാണെങ്കിൽ എഗൈൻ നമ്മൾ അതൊരു കൺഫർമേഷൻ എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യും. അപ്പൊ ഇതൊരു ഫൈനാൻഷ്യൽ പ്ലാനേഴ്സിന് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഇയാളുടെ റിസ്ക് ബെയറിംഗ് കപ്പാസിറ്റി ഇതാണ്. അതിനനുസരിച്ച് ഏതൊക്കെയാണ് അസറ്റ് കൊടുക്കേണ്ടതെന്നുള്ള ഒരു കാര്യം കൊടുക്കുക ചെയ്യുന്നത് വിത്ത് കൺസെൻസ് ഓഫ്. ശരി. ഈ നമ്മള് യൂഷ്വലി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പോൾ കേൾക്കുന്നത് ഗോൾ പ്ലാനിങ് ഉണ്ടാവും, റിട്ടയർമെന്റ് പ്ലാനിങ് ഉണ്ടാവും. ഇത് മാത്രമാണോ ജിയോജിത് സ്റ്റെപ്സ് നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്തുന്നത്? സ്റ്റെപ്സിൽ ഞങ്ങൾ ചെയ്യുന്നത് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലാനിങ് ആണ്. ശരിക്കും ഗോൾ പ്ലാനിങ്ങും റിട്ടയർമെന്റ് പ്ലാനിങ്ങും ഇതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കമ്പോണന്റ് ആണ്. ഓക്കെ, അപ്പൊ വേറെ ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ടോട്ടൽ സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾ പ്ലാനിങ്ങും റിട്ടയർമെന്റ് പ്ലാനിങ്ങും മാത്രമല്ല, അത് രണ്ട് പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആണ് റിട്ടയർമെന്റ് പ്ലാനിങ്. എപ്പോഴും നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗോൾ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ 5-6 ഗോൾ ഉണ്ടാവും. ഏതൊരാൾക്ക് ഒരു 5-6 ഫൈനാൻഷ്യൽ ഗോൾസേ ഉണ്ടാവുള്ളൂ. പ്ലസ് റിട്ടയർമെന്റ് പ്ലാനിങ്. ഇത് രണ്ടും, ഗോൾ പ്ലാനിങ്ങും റിട്ടയർമെന്റ് പ്ലാനിങ്ങും രണ്ടും സ്റ്റെപ്സിൽ ഞങ്ങൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ അതല്ലാണ്ട് ഒരു 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 കോംപ്രഹെൻസീവ് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ഫോർ എക്സാമ്പിൾ ഞങ്ങൾ തുടങ്ങുന്നത് തന്നെ കണ്ടിജൻസി പ്ലാനിങ് ആണ്. കണ്ടിജൻസി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐഡിയലി ഞങ്ങൾ എന്താ ഫൈനാൻഷ്യൽ പ്ലാനേഴ്സ് എന്താ പറയുന്നത് വെച്ചാൽ ഒരു 6 മാസത്തെ, നാളെ ജോലി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 6 മാസമെങ്കിലും ജീവിക്കാനുള്ള കാശ് കയ്യിൽ ലിക്വിഡ് ഫോമിൽ വെക്കണം എന്നുള്ളതാണ്. മനസ്സിലായി? ഇപ്പോൾ 1 ലക്ഷം രൂപ ഒരാൾക്ക് എല്ലാ മാസവും ചെലവുണ്ടെന്ന് വിചാരിക്കാം. അയാളുടെ ശമ്പളം, അയാൾക്ക് ചെലവ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് EMI, അയാളുടെ ലിവിങ് എക്സ്പെൻസ്, ഇൻഷുറൻസ് പ്രീമിയം, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് വേണ്ടി അയാൾക്ക് 1 ലക്ഷം രൂപ വേണമെന്നുണ്ടെങ്കിൽ അയാൾ മിനിമം 6 ലക്ഷം രൂപയെങ്കിലും എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യണം. അതാണ് പ്രൈമറി ലെസൺ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ. ഈ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ, സ്റ്റെപ്സിൻ്റെ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ, ഞങ്ങൾ അതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് സമ്മറി ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം തന്നെ തുടങ്ങുന്നത് കണ്ടിജൻസി റിസർവ് കീപ്പ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. സാറിന് 1 ലക്ഷം രൂപ വേണം ഒരു മാസത്തെ, എല്ലാം അനലൈസ് ചെയ്ത്, കാരണം ഇൻകം എക്സ്പെൻസ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. ഈ 1 ലക്ഷം രൂപ വെച്ചിട്ട് 6 മാസത്തേക്ക് 6 ലക്ഷം രൂപ സാർ റെഡിയാക്കി വെച്ചാൽ അത് സാർ ഒന്നുകിൽ ബാങ്കിലിടാം, അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ടിലിടാം, വേറെ എന്തെങ്കിലും ഫോമിൽ. അതായത് ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ് വന്നാൽ ചെയ്യേണ്ടി വരും. അത് വളരെ ഇമ്പോർട്ടൻറ്റ് ലെസൺ ആണ്. ഗോൾ പ്ലാനിങ്, റിട്ടയർമെന്റ് പ്ലാനിങ് അതിന് ശേഷം ഞങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇത് ചെയ്യാതെ, കീപ്പ് ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ പെട്ടുപോകുന്നത്. അതാണ് കോവിഡ് കാലത്ത് സംഭവിച്ചത്. കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, അല്ലേ? അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അത് ഈ എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ 6 മാസമൊക്കെ പിടിച്ചു നിൽക്കാനുള്ളത് ഉണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. അപ്പം നമ്മൾ എന്താ വെച്ചാൽ ജോലിയില്ല, ഇമ്മീഡിയറ്റ് ഇൻകം മുഴുവനായിട്ടും നിലച്ചു. പിന്നെ പുതിയ ജോലി തപ്പിയെടുത്ത് കിട്ടുന്ന വരെയുള്ളൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പം ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കാണാണ്. അപ്പൊ ഇപ്പം ഞങ്ങളുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ലെസൺ കണ്ടിജൻസി പ്ലാനിങ്. അത് കാൽക്കുലേറ്റ് ചെയ്ത് പറയും, ഇത്ര വേണം കേട്ടോ സാർ എന്ന് പറയും. ഇനിയിപ്പോൾ ഇല്ല, ഇപ്പോൾ സാറിൻ്റെ SBI അക്കൗണ്ടിൽ 6 ലക്ഷം രൂപ വേണ്ട ഒരാൾക്ക് 2.5 ലക്ഷം രൂപയൊക്കെ ഉള്ളൂ SBI അക്കൗണ്ടിൽ എല്ലാം കൂടി ഒക്കെയാണ്ട്, അല്ലെങ്കിൽ പിന്നെ അയാൾക്ക് വേറെ എന്തെങ്കിലും FD ഒക്കെ ഉണ്ടെങ്കിൽ അത് അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാം. അല്ലെങ്കിൽ സാറേ അർജന്റായിട്ട് അത് ടോപ്പ് അപ്പ് ചെയ്യണം. അതിലേക്ക് ക്യാഷ് അലോക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് അതിലൂടെ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ ഈ ഗോൾ പ്ലാനിങ് വരും, റിട്ടയർമെന്റ് പ്ലാനിങ് വരും, പിന്നെ ടാക്സിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ടാക്സ് കുറയ്ക്കാം, അങ്ങനെയുള്ള കാര്യം, ടാക്സ് പ്ലാനിങ്ങിൻ്റെ ഒരു ഭാഗ്യം. പിന്നെ ഇൻഷുറൻസ് പ്ലാനിങ്ങും വരും. അപ്പം ഈ പറഞ്ഞ 4-5 ഘടകങ്ങൾ ചേർന്നതാണ് റിട്ടയർമെന്റ് പ്ലാനിങ്ങും ഗോൾ പ്ലാനിങ്ങും. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഈ അസറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത്. ഈ അസറ്റ് അലോക്കേഷൻ നിങ്ങൾ ജിയോജിത് സ്റ്റെപ്സിന്റെ ടീം എങ്ങനെയാണ് ചെയ്യുന്നത്? അസറ്റ് അലോക്കേഷൻ ഞാൻ നേരത്തെ റിസ്ക് പ്രൊഫൈലിന്റെ കാര്യം പറഞ്ഞു. അതായത് 4 കാറ്റഗറിയിൽ വരുന്നു. ഈ 4 കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്കുള്ള ആ 4 കാറ്റഗറിയിൽ ഡിഫറെൻറ്റ് അസറ്റ് അലോക്കേഷനാണ് നമ്മൾ ചെയ്തു കൊടുക്കുക. ഇപ്പം വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക്, ഇപ്പം റിട്ടയർമെൻറ്റിന് വക്കത്തെത്തി നിൽക്കുന്ന ഒരാൾ, പിന്നെ ഒരു ഇൻവെസ്റ്റർ, അങ്ങനെ നാച്ചുറലി അയാൾ വരേണ്ടത് കൺസർവേറ്റീവ് ആയിട്ടായിരിക്കും, അല്ലേ? കാരണം കാശ് ഇനി എടുത്തു വെക്കാൻ തന്നെ നമ്മള്. അപ്പോൾ അതിനൊരു ഒരു കാറ്റഗറി. ഇപ്പോൾ ചില സമയത്ത് ഇപ്പോൾ ഈ 80% സേഫർ സോണിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. 20% മാത്രമേ ഇക്വിറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി ചില ആളുകൾ, പക്ഷെ അവിടെയും എക്സെപ്ഷൻ ഉണ്ട്. എന്താണെന്നറിയോ?
ചിലപ്പം ക്ലയൻറ്റ് പറയും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടം പോലെ റിട്ടയർമെൻറ്റ് കുറേ കാശ് വരാനുണ്ട്, എൻ്റെ മക്കളൊക്കെ വെൽ സെറ്റിൽഡാണ്, എനിക്കിനി 5-10 വർഷം ഇങ്ങനെ കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇക്വിറ്റി അലോക്കേഷൻ 20 എന്നുള്ള 30-40 ആക്കി കൊടുക്കും. പക്ഷേ ഐഡിയലി ഫിക്സ്ഡ് ഇൻകം, അതായത് സേഫർ സോണിലെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. നേരെ മറിച്ച് ഒരു വളരെ അടുത്ത് ജോലി കിട്ടിയ ഒരു ഫോർ എക്സാമ്പിൾ ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന ഒരു 25 വയസ്സുകാരൻ, നല്ല ശമ്പളമുണ്ട്, ഓക്കെ, അവന് പ്രത്യേകിച്ച് കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല, അവൻ കാശൊക്കെ അവൻ നല്ല രീതിയിൽ ചിലവഴിക്കുന്നു, ഫാമിലി ആയിട്ടില്ല. പിന്നെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ പാരൻസിന് ഒബ്വിയസ്ലി ജോലി ഉണ്ടാവും, അവർക്കും കാശിൻ്റെ ആവശ്യമില്ല, വേറെ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം, 80% വരെ നമ്മൾ ഇക്വിറ്റി പറയും, അവന് റിസ്ക് എടുക്കാൻ. നേരെ മറിച്ച് ഒരു മോഡറേറ്റുള്ള ഒരാൾക്ക് ചിലപ്പോൾ 50% ഇക്വിറ്റി, 50% എന്ത് പറയും, ഫിക്സ്ഡ് ഇൻകം പറയും. അപ്പോൾ ഈ അസറ്റ് അലോക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങളൊരു സ്റ്റെപ്സിലൊരു ഒരു ഇൻവെസ്റ്റർ വന്നിട്ട് അയാൾ റിലേറ്റീവ്ലി റിസ്ക് എടുക്കാൻ അത്ര ഇതില്ലാത്ത ഒരു കഴിവുള്ള ആളല്ല, കാരണം റിട്ടയർമെൻറ്റിന് അടുത്തേക്ക് എത്തിയ ആളാണ്. പക്ഷേ പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസ് പറയണ്ടായി. പുള്ളി ഒരു ഫിനാൻഷ്യൽ സർവീസ് സ്ഥാപനത്തിൽ ചെന്നിട്ട് റിട്ടയർമെൻറ്റിന് ഒരു 3 വർഷം മുമ്പെയാണ് ചെല്ലുന്നത്. അപ്പം കുറച്ച് കാശുണ്ട് എനിക്ക്, ഒരു ലംസം എമൗണ്ട് എന്തോ പ്രോപ്പർട്ടി എന്തോ സെല് ചെയ്ത സമയത്ത് കിട്ടിയതാണ്. അപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഓക്കെ, അപ്പം ആ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ എന്താ പറയുക, ആ ഓഫീസിൽ സർവീസ് കൊടുക്കുന്ന ആൾ വളരെ റിസ്ക് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്ത് പിന്നെ 2020 സമയത്താണ്, 2019-ലേക്കാണത്. എന്താ സംഭവിച്ചത്, 2020 ഇൻവെസ്റ്റ് ചെയ്തു, വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ 2020 കോവിഡ് വന്ന ശേഷം മാർക്കറ്റ് ഭയങ്കരമായിട്ട് തുടർന്ന് മാർക്കറ്റ് കയറിപ്പോയി. പക്ഷേ അയാൾ അനുഭവിച്ച ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, കാരണം ഓൾമോസ്റ്റ് 40% ഇറോഷനായി. അപ്പോൾ അവിടേക്ക് എന്താ പറ്റുന്നത് വെച്ചാൽ ആ ഇൻവെസ്റ്ററുടെ റിസ്ക് കപ്പാസിറ്റി അനുസരിച്ച് അയാളുടെ ഫൈനാൻഷ്യൽ പ്രൊഫൈൽ അനുസരിച്ച് അയാൾക്ക് അസറ്റ് അലോക്കേഷൻ മര്യാദയ്ക്ക് നടത്തുന്നില്ല എന്നുള്ളതാണ് അതിലൊരു കാര്യം. അപ്പോൾ അസറ്റ് അലോക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. അത് തന്നെ ഏതെല്ലാം കാറ്റഗറി ഓഫ് അസറ്റ് ക്ലാസ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. ഓക്കെ, ഇതെല്ലാം കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് വേണ്ടി പോകുന്നത്. ഇപ്പം ഈ അസറ്റ് അലോക്കേഷൻ്റെ കാര്യം പറയുമ്പോഴേ അതിൽ ഗോൾഡ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം ഈ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലാണ് നമ്മൾ ഗോൾഡ് ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആവാൻ സാധ്യതയുള്ളതാണ് എന്ന് പറയുന്നത്. അപ്പോൾ ജിയോജിത് സ്റ്റെപ്സിൽ നിങ്ങൾ എന്തായാലും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമല്ലോ. അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ആസ് എൻ ഇൻവെസ്റ്റ്മെന്റ്? അല്ല, ഗോൾഡ് എപ്പോഴും ഒരു അസറ്റ് ക്ലാസ് തന്നെയാണ്. അതായത് നമ്മളൊരു പ്രോമിനൻസിൽ അസറ്റ് ക്ലാസ് അല്ലെങ്കിൽ അസറ്റ് അലോക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മളെപ്പോഴും ഒരു സെർട്ടൺ പെർസെൻറ്റേജ് നമ്മൾ അലോക്കേഷൻ കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് അസറ്റാണ്. ഐഡിയലി ഒരു 10% വരെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നാണ്. മഞ്ജു പറഞ്ഞാണ് ഈ വർഷം ഗോൾഡിൻ്റെതായിരുന്നു, ഭയങ്കരമായിട്ട് തകർത്ത് കയറിപ്പോയി അല്ലേ. അതിന് പല കാരണങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഈ ഡോളറിനോടുള്ള ഒരു താല്പര്യം കുറഞ്ഞ് ഗോൾഡിലേക്കുള്ള ഒരു ഷിഫ്റ്റിംഗ് ആണ് മെയിനായിട്ട് വന്നത്. അതായത് മിക്ക രാജ്യങ്ങളുടെ ഇപ്പോൾ ഇന്ത്യ, ചൈന അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളൊക്കെ എന്താ വെച്ചാൽ സെൻട്രൽ ബാങ്ക് ഗോൾഡ് ഭയങ്കരമായിട്ട് പർച്ചേസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അമേരിക്കനകത്ത് തന്നെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാവും എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ ബാങ്കിൽ കീപ്പ് ചെയ്യുന്നതിനായിട്ടും കൂടുതൽ എന്താണ് ഗോൾഡിലേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചുകൂടി നല്ലത്. പിന്നെ ഡോളർ ഡിപ്രീഷിയേറ്റ് ചെയ്ത സമയത്ത് ഗോൾഡ് വാങ്ങാൻ എല്ലാ രാജ്യങ്ങളും ഡോളർ ടേംസിലാണല്ലോ വാങ്ങുന്നത്. ഡോളർ ഡിപ്രീഷിയേറ്റ് ചെയ്ത സമയത്ത് മറ്റുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്തു, ഗോൾഡ് കുറേ വാങ്ങിക്കൂട്ടി. കാരണം ഡോളറിലാണല്ലോ വാങ്ങുന്നത്, ഡോളർ ഡിപ്രീഷിയേറ്റ് ആയല്ലോ. അപ്പം ഇങ്ങനെ പിന്നെ അതേപോലെ തന്നെ വേറെ മോഡൽ ഇപ്പോൾ എക്സ്ചേഞ്ച് ETF, ഗോൾഡ് ETF എന്നൊക്കെ പറയും. ഇപ്പം ഗോൾഡ് നമ്മൾ പേപ്പർ ഗോൾഡ് തന്നെ അപ്പോൾ ഒരു അസറ്റ് ക്ലാസ് എന്നുള്ള നിലക്ക് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ കണ്ടിട്ട് ETF പോലുള്ള സ്ഥലങ്ങളിലൂടെയും ഗോൾഡ് കുറേ ഇൻവെസ്റ്റേഴ്സ് വാങ്ങിക്കൂട്ടി. അപ്പോൾ ഈ പറഞ്ഞ പിന്നെ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് അറിയാമല്ലോ, അമേരിക്കയിലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടുത്ത കാലത്ത് ട്രംപ് വന്നതിന് ശേഷം ഉണ്ടായിരുന്ന ഡെവലപ്മെൻറ്റ്സ്, ഇതെല്ലാം കൂടി ആയപ്പം ഗോൾഡിനെ എല്ലാവരും കൂടി ഒന്ന് അട്രാക്റ്റീവ്, അതാണ് ഇത്രയും പ്രൈസ് സർജ് ചെയ്തത്. സ്റ്റെപ്സിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഒരു 10%, ഇപ്പം 50% ഇക്വിറ്റി അല്ലെങ്കിൽ 70% ഇക്വിറ്റി കൊടുക്കുന്നു, 20% ഫിക്സ്ഡ് ഇൻകം ആണെങ്കിൽ ഒരു 10% വേണമെങ്കിൽ ഗോൾഡ് കൊടുക്കും നമ്മൾ. അപ്പം മാക്സിമം ഒരു 10% വരെ ഗോൾഡ് അലോക്കേഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് പോയിട്ട് നമ്മൾ ജ്വല്ലറി ആയിട്ട് വാങ്ങുന്നൊന്നല്ല, ഗോൾഡിലോ അല്ലെങ്കിൽ ഗോൾഡ് ബോണ്ടുകളോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡായിട്ട് വാങ്ങുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ എന്തായാലും ഓവറോൾ അസറ്റിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇക്വിറ്റി പെർഫോമൻസ് മോശമായിരുന്നു. അപ്പോൾ ഗോൾഡിൽ അലോക്കേഷനുള്ള ആളുകൾക്ക് അത് അത്യാവശ്യം കോമ്പൻസേറ്റ് ചെയ്തു. ഗോൾഡിൽ അലോക്കേഷൻ ഇല്ല എങ്കിൽ അയാൾക്ക് ഒരു നേട്ടമുണ്ടായിണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞു മ്യൂച്വൽ ഫണ്ട്, ലാർജ് ക്യാപ് ഫണ്ട് 5% റിട്ടേൺ കൊടുത്തു പറഞ്ഞു, ഗോൾഡ് കൊടുത്ത് ഭയങ്കര റിട്ടേൺ.
അപ്പൊ ഒരു കുറച്ചെങ്കിലും ബാലൻസ് അവിടെയാണ് അസറ്റ് അലോക്കേഷൻ ഇമ്പോർട്ടൻസ് വരുന്നത്. ഗോൾഡ് ആസ് എൻ അസറ്റ് ക്ലാസ് സെലക്ട് ചെയ്ത് അതിനൊരു അലോക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ 10%, 10%, 20% അസറ്റ് അലോക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും അപ്രിസിയേഷൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ പോർട്ട്ഫോളിയോയുടെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ ഈവൻ മികച്ചു നിൽക്കും ഗോൾഡിന് ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ. അപ്പം ഒരു അസറ്റ് ക്ലാസ് ആണ് ഗോൾഡ്. അത് നമ്മൾ എപ്പോഴും അസറ്റ് അലോക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യാം. ഗോൾഡിന്റെ പ്രൈസിന്റെ വേരിയേഷൻ കാര്യങ്ങൾ നമ്മൾ അറിയില്ല, അത് എങ്ങോട്ടാ പോകണമെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഗോൾഡിന്റെ കാര്യം പറയുന്ന പോലെ തന്നെ പിന്നെ വേറെയും അസറ്റുകൾ വരുമല്ലോ ഇതിന്റെ അകത്ത്. സിൽവർ അങ്ങനെയുള്ള, അതായത് സിൽവർ ഇസ് എൻ എക്സ് ഗോൾഡ് എന്ന് പറഞ്ഞ ആൾക്കാർ അതും ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആയിട്ട് വെക്കും. യു ഗൈസ് കൺസിഡർ ദാറ്റ് ആസ് എൻ ഇൻവെസ്റ്റ്മെന്റ്? നമ്മൾ ബൈ ഡിഫോൾട്ട് ആയിട്ട് ചെയ്യുന്ന അസറ്റ് ക്ലാസ്സിൽ സിൽവർ വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ സിൽവർ പ്രോമിനൻസ് നേടി വരുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾക്ക് അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങാവുന്നതാണ്. പക്ഷേ ഇപ്പം നമ്മൾ എസ് എഫ് നൗ ഞങ്ങൾ അങ്ങനെ സിൽവർ എന്നുള്ളൊരു അലൊക്കേഷൻ നമ്മൾ കൊടുക്കാറില്ല. ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗോൾഡ് പൊതുവെ നമ്മൾ കൺസംഷൻ കൂടുതലുള്ളൊരു ഒരു കമ്മോഡിറ്റിയാണ്. കാരണം പ്രത്യേകിച്ച് നമുക്ക് ഈ ഫെസ്റ്റിവൽ സീസൺ, വെഡ്ഡിങ് സീസണിലൊക്കെ ഏറ്റവും കൂടുതൽ അതും കൂടി ഒരു റീസണാണ് ഈ സ്വർണ്ണത്തിന് വില കൂടാൻ. അതെ. അപ്പോൾ ഡിമാൻഡ് കൂടാണ്. അപ്പോൾ പിന്നെ ഏതൊരാളിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊരു ഇന്ത്യൻ കൾച്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗോൾഡ് ഇല്ലാത്ത കല്യാണം ഉണ്ടാവില്ല, പരിപാടികളില്ല. ഇല്ല. അപ്പൊ അതുകൊണ്ട് ആണ് ഗോൾഡിനുള്ള ഒരു അട്രാക്ഷൻ. സിൽവർ ആസ് എൻ ഇൻവെസ്റ്റ്മെന്റ് കമ്മോഡിറ്റി നമ്മൾ അങ്ങനെ അനലൈസ് ചെയ്യാറില്ല. പക്ഷേ നേരത്തെ മഞ്ജുയുടെ ഒരു ഒബ്സർവേഷൻ കറക്റ്റാണ്. സിൽവറിന്റെയും കൂടി കാരണം കഴിഞ്ഞ വർഷം ഗോൾഡിനേക്കാളും കൂടുതൽ റിട്ടേൺ കൊടുത്തത് സിൽവറാണ്. അപ്പം അതിനെപ്പറ്റി ചിന്തിച്ചാണ്. പക്ഷേ എസ് ഓഫ് നൗ നമ്മൾ കൊടുക്കുന്നില്ല. യൂഷ്വലി ഉണ്ടല്ലോ നമ്മള് കുടുംബത്തിൽ നിന്ന് മാറി നിന്ന് പുറത്ത് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പുറം രാജ്യങ്ങളിലേക്ക് ജോലി ചെയ്യാൻ പോകുന്ന ആളുകൾ പോകുമ്പോൾ പറയുന്നത് ഒരു 10 വർഷം മാക്സിമം ഒരു 5 to 10 വർഷം അവിടെ പോയി ജോലി ചെയ്യുക, ഒന്ന് സെറ്റായിട്ട് കുറച്ച് കാശുമായിട്ട് തിരിച്ചു വരിക, നാട്ടിൽ വന്ന് എന്തെങ്കിലും ചെയ്ത് ജീവിക്കുക എന്ന് പറയും. പക്ഷെ ദിസ് ഡസൻറ്റ് ഹാപ്പൻ. ഇവർ വരും പോവും, ജീവിതാവസാനം വരെ വരവും പോക്കും മാത്രമേ നടക്കുള്ളൂ. വൈ ഈസ് ഇറ്റ് ഹാപ്പനിങ്? വാട്ട് ഡു യു തിങ്ക്? മഞ്ജു ഈ ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യം തന്നെയാണ്. അടുത്ത കാലത്ത് ഇപ്പം ഈയിടെ അവൻ എന്നെ വിളിച്ചു. ആള് മിഡിൽ ഈസ്റ്റിലാണ്. പുള്ളി ഒരു കാര്യം പറഞ്ഞു. അതായത് ഞാനിവിടെ വന്നിട്ട് 10-17 വർഷമായി. എന്നെ പോലെ എൻ്റെ ഏജ് ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. എല്ലാവരും നല്ല പ്രൊഫൈലിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്, നല്ല ഓഫീസിൽ നല്ല ഇൻകം ഉള്ള ആൾക്കാരാണ്, വെൽ സെറ്റിൽഡ് ആയിട്ട് ആൾക്കാരാണ്. കുറേ പേര് ഫാമിലി അവിടെ ഉണ്ട്. ചില ആൾക്കാർ ഫാമിലിയെ കൊണ്ടുവന്നിട്ടില്ല. മിക്ക ആളുകൾ നാട്ടിൽ വീട് വെച്ചിട്ടുണ്ട്, ചിലർ ഇനിയും വീട് വെച്ചിട്ടില്ല. പക്ഷേ കോമൺ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ല ഇൻകം ഉണ്ട്. പക്ഷേ ഈ ഇൻകം ഒന്ന് ഡിസിപ്ലിനോട് കൂടിയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതായത് എവിടേക്കോ ചോരുന്നുണ്ട്. അതായത് നമ്മൾ കൂടുതൽ ചിലപ്പം പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ചിലപ്പോൾ ചിലവഴിക്കുന്ന രീതി, അപ്പം നമ്മൾ പേഴ്സണൽ ഫിനാൻസ് മാനേജ് ചെയ്യുന്നതിൽ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തൊരവസ്ഥ അവർ ഫേസ് ചെയ്യുന്നവർ തോന്നും. അപ്പോൾ ഇവൻ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് കൊണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതാണോ ഗുണം? ഞാൻ പറഞ്ഞു അത് തന്നെയാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസ് മാനേജ് ചെയ്യുന്നതിൽ ഡിസിപ്ലിൻ അച്ചടക്കം കൊണ്ടുവരിക എന്നുള്ള കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം ഇതേപോലെ ഈ ഗൾഫിലൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഉണ്ട്. അപ്പം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ ഇനിയിപ്പോൾ ഒരു 5-10 വർഷത്തിനുള്ളിൽ തിരിച്ച് നാട്ടിലെത്തണം. ഇനിയിപ്പം പറഞ്ഞ പോലെ ഇനി ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരു 5 വർഷത്തിന് 10 വർഷത്തിനിടയിൽ നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു 10-15 പേര് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ തന്നെ ഉണ്ട്. ഇനിയും വൈകിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണം. ഞങ്ങൾക്ക് ഒരു ലംസം എമൗണ്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഞങ്ങൾ നാട്ടിലെത്തുന്ന സമയത്ത് ഞങ്ങൾ മൊബിലൈസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അത് വെച്ചിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അപ്പോൾ ഇതുവരെ നമ്മൾ ഫിനാൻസ് മാനേജ് ചെയ്യുന്നതിൽ വന്നിട്ടുള്ള പോരായ്മകൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യണം. ഇതൊക്കെ ചെയ്തിട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ് കവർ ചെയ്ത് തരാണെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം. കാരണം സ്റ്റെപ്സിൽ നമ്മൾ ചെയ്യുന്നതും അത് തന്നെയാണ്. കാരണം ഈ ഇവരുടെ ഇൻകം, ഇവരുടെ എക്സ്പെൻസ്, ഇവരുടെ അസറ്റ്സ്, ഇവരുടെ ലയബിലിറ്റീസ്, ഇവരുടെ ഫ്യൂച്ചർ ഫിനാൻഷ്യൽ ഗോൾസ്, ഇവരുടെ മെയിൻ ഫ്യൂച്ചർ ഗോളിൽ എന്താ പറയുന്നത്, റിട്ടയർമെന്റ് ഓർ അല്ലെങ്കിൽ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യുന്നതിന് ഒരു എമൗണ്ട് ആണ് ഇവർ പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് എങ്ങനെ മൊബിലൈസ് ചെയ്യുക, ഇപ്പോഴുള്ള ഇൻകം തന്നെ നമുക്ക് എങ്ങനെ ഡിസ്പോസിബിൾ ഇൻകം എങ്ങനെ കൂട്ടാന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കാര്യം കൂടി നമ്മളൊന്ന് അനലൈസ് ചെയ്തിട്ട് ഇത് സെറ്റിൽ ചെയ്ത് തരാം, അങ്ങനെ ചെയ്യാം. അപ്പം തീർച്ചയായും ഇവരൊക്കെ തന്നെ ചെയ്യേണ്ടത് പ്രോപ്പർ ഫൈനാൻഷ്യൽ പ്ലാനിങ് ആണ്. ടു മേക്ക് ഇറ്റ് ക്ലിയർ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാശ് വരുന്നുണ്ട്, പക്ഷെ അത് എവിടേക്കോ പോകുന്നുണ്ട് എന്നുള്ള തോട്ടുള്ള ഒരാൾക്ക് വളരെ അത്യാവശ്യം വേണ്ട കാര്യമാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് അല്ലേ. നമുക്കൊരു ഫൈനാൻഷ്യൽ ഗോൾ ഉണ്ട്, അത് ഏറ്റവും പ്രോപ്പറായി ഏറ്റവും എക്സലന്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുക? ഫൈനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യുന്നത് നമ്മൾ കണക്കിന്റെ കളിയാണ് ശരിക്കും. ഇത് ശരിക്കും നമ്മൾ മാത്സ് അപ്ലൈ ചെയ്യണതിൽ, അല്ലാണ്ട് നമ്മൾ 10 വർഷം കഴിഞ്ഞ് ഇത്രയും കാശ് വേണം എനിക്ക്, ഞാൻ എന്ത് ചെയ്യണം, നിങ്ങളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓറലി അല്ലെങ്കിൽ കാഷ്വലി പറയുന്ന പോലെയല്ല. ഞാൻ കറക്റ്റായിട്ട് ഒരു നമ്പർ വെച്ചിട്ട് തന്നെ പറയാം.
5 വയസ്സായിട്ടുള്ളൊരു കുട്ടി 12 വർഷം കഴിഞ്ഞാൽ എത്ര വയസ്സാണ്? 17 വയസ്സ്. 17 വയസ്സ് തന്നെ +2 കഴിഞ്ഞിട്ട് ഹയർ എഡ്യൂക്കേഷന് പോകണം അല്ലേ? അപ്പോൾ ആ കുട്ടിയുടെ ഫാദർ വിചാരിക്കുന്നു 10 ലക്ഷം രൂപയുള്ളൊരു കോഴ്സിന് ഇപ്പോൾ 10 ലക്ഷം, ഏതെങ്കിലും മേ ബി എഞ്ചിനീയറിംഗ്, എനിക്കറിയില്ല, മാനേജ്മെൻറ്റ് കോഴ്സ് എന്തെങ്കിലും ആയിരിക്കാം. അപ്പം ഇപ്പോഴാണ് അത് 10 ലക്ഷം. ഈ കുട്ടി 12 വർഷം കഴിഞ്ഞിട്ടാണ് ഹയർ എഡ്യൂക്കേഷന് പോകുന്നത്. ഇപ്പം 5 വർഷമാണ് അല്ലേ? അപ്പം നമ്മൾ എഡ്യൂക്കേഷൻ ഇൻഫ്ലേഷൻ നമ്മൾ മൊത്തത്തിൽ കൂടുതലാണ്. ശരിക്കും ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ ഇൻഫ്ലേഷൻ നമ്മൾ 8 മുതൽ 12% വരെ ആ ഒരു റേഞ്ചിലാണ് എപ്പോഴും പറയാറുള്ളത്. അപ്പം ഏറ്റവും കുറഞ്ഞ 8% ഇൻഫ്ലേഷൻ എടുത്താൽ പോലും ഇന്നത്തെ 10 ലക്ഷം 12 വർഷം കഴിഞ്ഞ സമയത്ത് ഏതാണ്ട് 27 ലക്ഷത്തോളം വരും. അപ്പൊ 10 ലക്ഷം എടുത്തു വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോയില്ല. അന്ന് 17 ലക്ഷം കടം മേടിക്കേണ്ടി വരുന്നു. 27 ലക്ഷം വരും. 27 ലക്ഷം വരുന്നു മാത്രമല്ല, ഒരു 10% റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് അയാൾ നടത്താണ്, മ്യൂച്വൽ ഫണ്ടോ എന്തായാലും നടത്തുകയാണെങ്കിൽ എല്ലാ മാസവും 10,550 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ കറക്റ്റ് 12 വർഷം കഴിയുമ്പം ഈ പറഞ്ഞ എമൗണ്ട് വരും, നമ്മൾ പ്ലാൻ ചെയ്ത എമൗണ്ട് വരും. അപ്പം ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്നറിയോ? ഇതിൽ ഒന്നും കൂടി നമ്മളൊരു സേഫർ സൈഡിൽ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. കറക്റ്റ് 12 വർഷം കഴിഞ്ഞിട്ടാണല്ലോ ഈ കുട്ടി ഹയർ എഡ്യൂക്കേഷന് പോകാൻ പോകുന്നത്. നമ്മൾ ഈ എമൗണ്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് 11 വർഷത്തിൽ അച്ചീവ് ചെയ്യണമായിരിക്കാണ്. ഒരു അഡീഷണൽ 1 ഇയർ അവിടെ സേഫ്റ്റി. എന്തിനാണെന്നറിയോ? കാരണം നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഒന്നും വന്നില്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം, 11 വർഷം കഴിഞ്ഞാൽ തന്നെ നമ്മൾ മൊബിലൈസ് ചെയ്യാൻ ഉദ്ദേശിച്ച കാശ് എടുത്തിട്ട് സേഫായിട്ട് ബാങ്കിലോ എവിടെയെങ്കിലും വെക്കാം. മനസ്സിലായില്ലേ? അപ്പം നേരത്തെ ഈ ആളെടുത്ത് പറയാണ്, ഈ കുട്ടിയുടെ പേരന്റിന്റെ അടുത്ത് പറയാം, സാറേ 10,550 രൂപ 10% നിരക്കിൽ റിട്ടേൺ കിട്ടുന്ന ഇന്ന അസറ്റ് ക്ലാസ്സിൽ സാറ് നിക്ഷേപിക്കൂ. 11 വർഷം കഴിഞ്ഞ് കുട്ടിക്ക് 16 വയസ്സാകുമ്പോൾ 11 വർഷം കഴിയുമ്പം സാറിന് ഈ പഠിപ്പിന് ആവശ്യമായിട്ടുള്ള കാശ് 27 ലക്ഷം രൂപ എത്തും. മനസ്സിലായി. അതെടുത്തിട്ട് സാർ എന്ത് ചെയ്യുക? സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ബാങ്കിലോ മറ്റോടത്ത് മാറ്റുക. കുട്ടി 17 വയസ്സായി ക്ലാസ്സിൽ ചേരാനാകുമ്പോൾ ഈ കാശ് എത്തും. വളരെ സ്പെസിഫിക് ആണ്. അപ്പം നമ്മളൊരു ഗോൾ പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ നമ്മളിങ്ങനെ ഓരോന്നാണ്. അപ്പം ഇപ്പം നമ്മൾ മെഡിക്കൽ ഇൻഫ്ലേഷൻ, ഓരോന്നിനും ഇൻഫ്ലേഷൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വളരെ സ്പെസിഫിക് ആയിട്ട്, വളരെ എന്താ പറയുക, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമ്മൾ എല്ലാ കാര്യം അനലൈസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഫിഗറിൽ എത്തുന്നത്. അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അഡ്വൈസ് കൊടുക്കുന്നത്. മനസ്സിലായി. അതായത് എനിക്കൊരു ശമ്പളം കിട്ടുന്നുണ്ട്, അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നതിനേക്കാൾ നമ്മുടെ ഗോൾ എന്താണ്, അതിന് എത്ര നാളുണ്ട് ആ ഗോളിലേക്ക് എത്താൻ, അതിന് കറക്റ്റായിട്ട് എവിടെ കാശ് ഇട്ടാൽ അത് എത്ര രൂപയായിട്ട് അന്ന് കിട്ടും എന്നുള്ളതൊക്കെ നോക്കി ചെയ്യണമെങ്കിൽ വി നീഡ് യുവർ ഹെൽപ്പ് എന്ന്, അല്ലേ? യെസ്. വെരി നൈസ്. ഓക്കെ. അപ്പോൾ ഇതുവരെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല, ഫൈനാൻഷ്യൽ പ്ലാനിങ് ഒന്നും ചെയ്തിട്ടില്ല, നേരത്തെ പറഞ്ഞ പോലെ കടമൊന്നും ഇല്ലാണ്ട് തട്ടിമുട്ടി സാലറി ടു സാലറി പോകുന്ന ഒരാൾ ഇത് കേൾക്കുകയാണെന്ന് വിചാരിക്കുമോ? What would you like to tell them on behalf of Geojit Steps? കടമൊന്നുമില്ല, തട്ടിമുട്ടി പോകുന്നു പറഞ്ഞ തന്നെ അങ്ങനെ പോയാൽ മതിയോ? അല്ല, അങ്ങനെ പോവാം എന്ന് വിചാരിക്കുന്നത് ഇല്ല, അങ്ങനെ പോകാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. ഈ തട്ടിമുട്ടി പോകുന്ന ആൾ വിചാരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഇത്രയും കാശുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി പോകുന്നതെന്ന് വിചാരിക്കും. കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നതായിരിക്കും. മെഡിക്കൽ ഇൻഫ്ലേഷൻ, ഞാൻ ഇൻഷുറൻസ് ഒന്നും ഇല്ലെങ്കിലും ഇങ്ങനെയൊക്കെ പോകാമെന്ന് വിചാരിക്കും. ഇല്ല, അർജന്റായിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളൊരു ലെസൺ ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴാണ് അവിടെയും തട്ടിമുട്ടി പോകാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ ഏരിയയിലും നമ്മളെ കാത്തിരിക്കുന്നത് ഭീമമായ എന്താ പറയുക ചെലവുകളാണ്. നമ്മളൊരു വർക്കിംഗ് ലൈഫ് എന്ന് പറയും. ഒരാൾ ജോലി പ്രവേശിച്ച് റിട്ടയർ ചെയ്യുന്നതിന് ഇടയ്ക്കുള്ള ഒരു 10-30 വർഷം അയാളുടെ ഏറ്റവും ഗോൾഡൻ ടൈം അതാണ്. കാരണം കാശൊക്കെ വരുന്നത്. പക്ഷെ അതിനൊരു പ്രശ്നം എന്താ വെച്ചാൽ, അയാൾ ഫേസ് ചെയ്യുന്ന അയാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റുകൾ മൊത്തം നടക്കുന്ന ആ സമയത്താണ്. മനസ്സിലായില്ലേ? അപ്പം അത് വലിയ അലട്ടും ഇല്ലാതെ നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഇത് ഓരോ മൈൽ സ്റ്റോൺ ആണ്. ഓരോ ഈവൻറ്റും മൈൽ സ്റ്റോൺ ആണ്. അയാളുടെ കല്യാണം ആയാലും, അയാളുടെ കുഞ്ഞുങ്ങളുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ ആയാലും, അവരുടെ കല്യാണമായി കഴിഞ്ഞാലും, പിന്നെ അയാളുടെ റിട്ടയർമെൻ്റ് ആയി കഴിഞ്ഞാലും, അയാളുടെ ഫാമിലിയോടൊത്ത് പിന്നെ വെക്കേഷന് പോകുന്നതാണെങ്കിലും
ഇതൊക്കെ ഓരോരോ ആഗ്രഹങ്ങളാണ്, ഓരോന്നാണ് ഇതൊക്കെ. അപ്പോൾ ഇതിനൊക്കെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്താലേ ഇത് പറ്റുള്ളൂ. അപ്പം ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ മുൻകൂട്ടി കാണുക, അതിനുവേണ്ടി എത്ര കാശ് ചെലവഴിക്കുന്നുള്ളത് മനസ്സിലാക്കുക, അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു നിക്ഷേപം ഡിസിപ്ലിനോട് കൂടിയിട്ട് കൊണ്ടുപോവുക. അതാണ് വേണ്ടത്. അപ്പൊ സാറ് പറഞ്ഞതുപോലെ 2025 ഓൾമോസ്റ്റ് തീരാറായി. ഈ ഗോൾഡൻ പീരീഡ് എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ വർക്കിംഗ് ടൈം മാക്സിമം ആ സമയത്ത് മാക്സിമം നമ്മുടെ ഭാവിയിലേക്കുള്ളത്. അത് തന്നെയാണ് സാർ നേരത്തെ പറഞ്ഞത്. ഫൈനാൻഷ്യൽ പ്ലാനിങ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഞങ്ങളുടെ ഈ ടോക്കിൽ നിന്ന്, എൻ്റെ സംശയങ്ങളിൽ നിന്ന് സാർ അത് പറഞ്ഞു തന്നതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് ടു ഹെൽപ്പ് യു ഗൈസ്, ജിയോജിത് സ്റ്റെപ്സ് ഇവിടെ ഉണ്ട് വിത്ത് ലോട്ട് ഓഫ് എക്സ്പെർട്ടീസ് ഇൻ ദിസ് ഏരിയ. അപ്പോൾ ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ കാവിലെ പാട്ട് മത്സരം കാണാം, ആ ലൈൻ വേണ്ട. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. എല്ലാ സംശയങ്ങൾക്കും കൃത്യമായി ഉത്തരം തന്നതിന് നമുക്കിനി അടുത്തതിൽ കാണാം. താങ്ക് യു വെരി മച്ച്. ഓഹരി വിപണിയിലെ നിക്ഷേപം വിപണിയിലെ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൃത്യമായി വായിച്ചു ഉറപ്പുവരുത്തേണ്ടതാണ്.